അഖിലിന്റെ ഭാര്യ തിരിച്ച് അച്ഛന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. മനസ്സിലായില്ലേ? ഒളിച്ചോടലിലെ മെയിൻ നായിക, രാത്രിയിൽ അണ്ടത്തോളും ഒക്കെ പറക്കിക്കൊണ്ട് ഒളിച്ചോടുന്ന ഒരു നായിക ഉണ്ടായിരുന്നല്ലോ, കേരളമാകെ ചർച്ച ചെയ്തും കേരളമാകെ പിടിച്ചു കുലുക്കിയ ഒരു ഒളിച്ചോട്ടം. അതിലെ നായിക മേഘ, നമ്മുടെ അഖിലിന്റെ ഭാര്യ. ആ കുട്ടി തിരിച്ച് ആ കുട്ടിയുടെ അച്ഛന്റെ വീട്ടിലേക്ക് വന്നു. ഒളിച്ചോടി പോയ ആളെ കളഞ്ഞിട്ടല്ല വന്നത്. അച്ഛൻ്റെ കൂടെ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കണം, അച്ഛൻ്റെ കൂടെ നിൽക്കണം കുറച്ച് ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നെയാണെന്നാണ് പറയുന്നത്. എന്താണോ എന്തോ, അഖിലിന്റെ തെറ്റാണോ ആ കുട്ടിയുടെ തെറ്റാണോ, ആരുടെ തെറ്റുകൊണ്ടാണ് ആ കുട്ടി ഒളിച്ചോടി പോയത് എന്നറിയില്ല. പക്ഷെ മേഘ ഒളിച്ചോടാൻ പാടില്ലായിരുന്നു. അഖിലിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ അറിയിക്കാമായിരുന്നു. അവരുടെ ഒരു അറേഞ്ച് മാരേജ് ആയിരുന്നല്ലോ, അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ അറിയിക്കാമായിരുന്നു. എന്തായാലും അഖിലിന്റെ ഭാര്യ മേഘയുടെ ഒരു ബന്ധുവിന്റെ ഒരു വോയിസ് പുറത്തു വരുന്നുണ്ട്, നമുക്കതൊന്ന് കേൾക്കാം. ഈ രാത്രി ഒരു 12:30 ആയപ്പോഴാണ് എന്നെ അദ്ദേഹം വിളിക്കുന്നത്, ഈ കുട്ടിയുടെ പിതാവ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് പത്മകുമാർ എന്നാണ്. അതായത് ആദ്യത്തെ അച്ഛൻ. ഈ കൊച്ചിന് 2 അച്ഛന്മാരാണ്, അറിയാമല്ലോ. ഒരു അഡ്വക്കേറ്റ് ഷാജി നൂറനാട്, കോൺഗ്രസ് പാർട്ടിയുടെ ആലപ്പുഴ ജനറൽ സെക്രട്ടറി ഒക്കെ അയാള്, കോൺഗ്രസ് പാർട്ടിയുടെ ചെറിയൊരു നേതാവാണ് അവിടത്തെ. അപ്പം അമ്മ ലത എന്നാണ് പേര്, അമ്മയുടെ പേര്. അപ്പൊ ഇവര് ഡിവോഴ്സ് ആയതാണ്. ഫസ്റ്റില് ഇവര് തമ്മിൽ ഒളിച്ചോടിയതല്ല. അതായത് പത്മകുമാർ ഈ കൊച്ചിന്റെ അമ്മയും കൂടെ ജീവിക്കുമ്പോ അവർ ഒളിച്ചോടിയതല്ല. പക്ഷെ പല ചാനലുകളും ഒളിച്ചോടിയതായിട്ടാണ് വന്നത്. ഒളിച്ചോടിയതല്ല, ഇവര് മ്യൂച്വൽ ഡിവോഴ്സ് ചെയ്തതാണ്. അങ്ങനെയാണ് ഷാജിയെ കിട്ടുന്നവര്. പിന്നെ ഈ കുട്ടി അവരുടെ കൂടെയാണ് വളർന്നതൊക്കെ, ഈ 2ാനച്ഛന്റെ കീഴിൽ. പിന്നെ അവിടുന്ന് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കി 1ാനച്ഛന്റെ വീട്ടിൽ വന്ന് കൊച്ചിന് കുറച്ച് കാര്യങ്ങളൊക്കെ വിഷമമൊക്കെ ആയിട്ട് പുള്ളിയുടെ കൂടെയും നിന്നിട്ടുണ്ട്. കൂടുതലും ഭൂരിഭാഗം നിന്ന ലതയുടെ കൂടെയാണ്. ഇത് 1ാമത്തെ അച്ഛനാള് ഒരു ശുദ്ധനാണ്. ആൾക്ക് ഭയങ്കര ഒരു പിതാവിനും ഇല്ലാത്ത സ്നേഹമാണ് ഈ മോളോട്. പക്ഷെ അങ്ങനെയാണ് കൊഞ്ചിച്ച് വളർത്തിയത്. കാശുമുണ്ട്, അത്യാവശ്യം നല്ല പണവുമുണ്ട്. പുള്ളിയുടെ ലീഗൽ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ഞാനാണ്. അങ്ങനെയാണ് ഞാനുമായിട്ടുള്ള പുള്ളിയുടെ ബന്ധം. പുള്ളിക്ക് ഒരുപാട് സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിയുടെ ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനാണ്, ഈ പത്മകുമാറിന്റെ. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാനും പുള്ളിയും തമ്മിൽ നല്ലപോലെ പുള്ളി ഹോസ്പിറ്റലിൽ, പുള്ളിക്ക് തലവേദനയും പനിയും ഒക്കെ കൂടിയിട്ട് തിരുവല്ല ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടാക്കിയത് ഞാനാണ്. അതുപോലെ ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് പിടിപ്പിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തലയെ ബന്ധപ്പെട്ട് ഉറങ്ങിക്കിടന്ന സിയെ ഉണർത്തി 2 മണിക്കൂറിനുള്ളിൽ പിടിച്ച് ഇവനെയും അവിടെയും കൂടെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവച്ചത് ഞാനാണ്. എന്നിട്ട് ഞാനും പത്മകുമാറും കൂടെ ഈ കുട്ടിയുടെ അച്ഛനും കൂടെ സ്റ്റേഷനിൽ പോയി. അപ്പൊ ഈ പയ്യനുണ്ട്, ഈ പയ്യനോട് ഈ കൊച്ചിന്റെ അമ്മയും 2ാനച്ഛനും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒരു കാരണവശാലും ഇവൻ ബില്ലിംഗ് അല്ല. അപ്പൊ ഈ പത്മകുമാറിനോട് സംസാരിക്കാൻ പറ്റും എന്നാൽ അതിനെപ്പുറം കോടതിയിൽ നിന്ന് വിളിച്ചു. അങ്ങനെ ഈ കുട്ടി ഞങ്ങൾ കോടതിയിൽ പോയി. കോടതിയിൽ ജഡ്ജി ചോദിച്ചു ആരുടെ കൂടെ പോകാനാണ് താല്പര്യം എന്ന് ചോദിച്ചപ്പോ അവന്റെ കൂടെ പോകാനാന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ അറിയാമല്ലോ, അതൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ ഈ കുട്ടി പറഞ്ഞാച്ചാ ഞാൻ അച്ഛന്റെ അടുത്തോട്ട് വരികയാണ്, എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് കുറെ കാര്യങ്ങള്. പക്ഷെ ഈ കുട്ടി 1 വർഷം മുമ്പ് തൊട്ട് ഇവരോട് എല്ലാവരോടും പറയുന്നുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്, എനിക്ക് സംസാരിക്കണം, ഞാൻ അൺഹാപ്പിയാണ് ഒത്തിരി പ്രാവശ്യം പറയുന്നുണ്ട്. അത് ഈ പത്മകുമാറും എന്നോട് പറയുന്നുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം ഒരു നാണക്കേട്, കല്യാണം കഴിഞ്ഞ് ഇത്ര ആയതല്ലേ ഉള്ളൂ, സാധാരണ ചട്ടിയും കലവാകുമ്പം തട്ടിമുട്ടിന്നൊക്കെ ഇരിക്കും, അത് ക്ലിയർ ആയിക്കോളൂ എന്നുള്ള അത്ര സീരിയസ് ആണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഈ അജിത്തിന്റെ അഖിലിന്റെ അച്ഛനുമായിട്ടുള്ള ഒരു വിഷയങ്ങളൊക്കെ ഈ കുട്ടി പറയുന്നതും അങ്ങനെ ഒരു പ്രോബ്ലം അവരുടെ വീട്ടില് ആ കുട്ടിക്ക് ഒട്ടും നിൽക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ വരികയും ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ബസ്സിൽ പോകുമ്പോൾ ഇവരുമായിട്ട് കമ്പനിയാവുകയും അവനുള്ള ഒരു സുരക്ഷിതത്വം കണ്ട് അവൾ ഇറങ്ങി പോകുന്നു. അതെ അതെ, അവളുടെ ഈ കുട്ടി പഠിക്കാൻ പോകുന്ന അവളുടെ ബസ്സിലായിരുന്നു, ഇവന്റെ ബസ്സിലായിരുന്നു. ഇല്ല, അവൻ കല്യാണം കഴിച്ചിട്ടില്ല. അവനൊരു പ്രേമം ഉണ്ടായിരുന്നു, അത് ഇതായി പോയി, ബ്രേക്കപ്പ് ആയി പോയി. അതിന്റെ നിരാശയൊക്കെ ഇരിക്കുമ്പോഴാണ് ഇവളുമായിട്ട് സ്നേഹമായത്. അങ്ങനെ അനുവിന് അച്ഛൻ മരിച്ചു പോയ ഒരു അമ്മയും ഒരു അനിയനും മാത്രമേ ഉള്ളൂ. അനുവിന് ഒരു ചെറിയൊരു വീടാണ്, അത്യാവശ്യം ചെറിയ ഒരു 10-50 സെന്റ് സ്ഥലമുണ്ട്. ഗവൺമെന്റ് ജോലിയൊന്നുമില്ല. 750 രൂപയുടെ ഡെയിലി ബേസിനാണ് ഇപ്പോഴും. ഒരു വകുപ്പുണ്ടല്ലോ, 700 ഡെയിലി അന്നന്ന് പോകുന്ന അന്നന്ന് കാശ് കിട്ടും. യദുകൃഷ്ണന്റെ ജോലി, യദുകൃഷ്ണനില്ലേ വിവാദ നായിക, ായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിരുന്ന പുള്ളി, അദ്ദേഹത്തിന്റെ അവസ്ഥ തന്നെ. അദ്ദേഹത്തിന്റെ പോലെ ഡെയിലി ബേസിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുട്ടിയായിട്ട് സാഹചര്യമാവുന്നതും ഇവരങ്ങനെ രാത്രിക്കങ്ങ് പോകുന്നതൊക്കെ. അതിനുശേഷം 4 ദിവസം അവന്റെ കൂടെ കഴിഞ്ഞോളൂ. കുറച്ച് 3-4 ദിവസം കഴിഞ്ഞു. ഒന്ന് തോന്നുന്നു 4 ദിവസം, 4ാമത്തെ 5ാമത്തെ ദിവസം കുട്ടി വിളിച്ചു പറഞ്ഞു വേറെ ജീവിതം അടുത്തിട്ടൊന്നുമില്ല. അവനോട് അനുവാദം മേടിച്ചിട്ട് തന്നെ പുള്ളി കുട്ടിയെ വീട്ടിൽ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അച്ഛനോട് ഉണ്ടായ സംഭവങ്ങളൊക്കെ വിവരിക്കാനായിട്ട് ആ കുട്ടി വന്നത്. തിരിച്ചു പോകുന്നു തോന്നുന്നു, എനിക്കറിയില്ല. ഇല്ല, അനുഭവമായിട്ട് ഇപ്പം ബന്ധമുണ്ട്. ഡിവോഴ്സ്, അഖിലുമായിട്ടുള്ള ഡിവോഴ്സിൽ നിന്ന് വക്കീല് വരും. വക്കീല് വന്ന് മ്യൂച്വൽ ഡിവോഴ്സ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്.
ഓ ശരി. അതുകൊണ്ട് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഇവനുമായിട്ട് കല്യാണം നടത്തി കൊടുക്കോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ കുട്ടിക്ക് താല്പര്യമാണെന്നാ പറഞ്ഞിരിക്കുന്നത്. കുട്ടി അവനെ വിട്ട് പോവുകയല്ലെന്നാ ഞാൻ അറിഞ്ഞത്. മനോരമയിലൊക്കെ ന്യൂസ് വന്നിട്ടുണ്ട് ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതെന്ത് വാർത്തയാണ് വന്നിരിക്കുന്നത്? അതായത് കുട്ടി അച്ഛന്റെ വീട്ടിലാണ്, ഒളിച്ചോടിയിട്ടില്ല എന്നുള്ള തരത്തിലാണ് കുട്ടി. ഒളിച്ചോടിയത് സത്യം തന്നെ, ഒളിച്ചോടിയത് സത്യം തന്നെ. അത് കുട്ടിയുടെ അച്ഛന്റെ വീട്ടിൽ ഇപ്പോഴാണ് ഒരു 3-4 ദിവസത്തിന് ശേഷം അനുവുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട്. അനുവ് ഉപേക്ഷിച്ചിട്ടില്ല. അനുവിന്റെ കൂടെ തന്നെയാണ് കുട്ടി. അനുവിന്റെ അനുവാദത്തോടു കൂടിയാണ് അച്ഛന്റെ വീട്ടിൽ വന്നിരിക്കുന്നത്. ഞാൻ അവരുടെ അത്ര ഫാമിലി ഫ്രണ്ടാന്നേ. ഈ പുള്ളി ഞാനും ചങ്ക് ബന്ധമാണ്. അതുകൊണ്ടാണ് എനിക്കെല്ലാ വിവരം അറിയാവുന്നത്. ഈ കുട്ടി ഇന്നലെ 1 മണിക്കൂറോളം എന്നോട് സംസാരിച്ചല്ലോ. കാര്യങ്ങളൊക്കെ ഇത്ര സീരിയസ് ആണ്. ആ കുട്ടിയുടെ ഭാഗത്തും ചെറിയ ന്യായമൊക്കെ ഉണ്ട്. ചെറിയ ന്യായമല്ല. അഖില് ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ കുട്ടി ഇത്രയും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അഖില് ഇവർക്കെതിരെ തിരിയുന്നില്ല? അതേസമയം അഖിൽ എന്തുകൊണ്ട് അവിടെ പോലീസ് സ്റ്റേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേജോധം ചെയ്യലെന്ന് എഴുതി വെപ്പിച്ചു? കാരണം അഖിലിന്റെ പല രഹസ്യങ്ങളും, അഖിലിന്റെ അച്ഛന്റെ പല രഹസ്യങ്ങളും ഇവിടെ പുറത്ത് പറയും. തെളിവ് സഹിതം പുറത്തു വിടുമെന്ന് അഖിലിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. ഇതിനെല്ലാം തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ വീട്ടിൽ അച്ഛൻ കുട്ടിയാണ് അഖില്. അച്ഛൻ പറയുന്നതിന്റെ അപ്പുറം അഖില് അച്ഛനെ കണ്ട ഉടനെ എഴുതേക്കും. അത്ര പേടിയാണല്ലോ അച്ഛന്. ഭക്ഷണം കഴിക്കുവാണെങ്കിലും അവർക്ക് ഒരു ഫ്രീഡവും ഇല്ലെന്നാണ് ഈ കുട്ടി പറയുന്നത്. അച്ഛനാണ് അങ്ങനത്തെ സ്വഭാവം. അഖിലിനോട് പറഞ്ഞിട്ട് അഖിൽ അത് ഒന്ന് ചോദ്യം ചെയ്യുക പോലും ചെയ്തില്ല എന്നുള്ളതാണ് ഈ കുട്ടിയുടെ ദുഃഖം. ഓ അത് ശരിയാ. അതാണ് മെയിൻ വിഷയം. അവർക്കിടെ പ്രശ്നമുണ്ടായി. ഈ കുട്ടിയുടെ അച്ഛന് ഈ കുട്ടിയോട് ഇത്ര പക ഉണ്ടാകാൻ കാരണം അത് കണ്ടുപിടിച്ചതാണ്. മെയിൻ വില്ലൻ അച്ഛനാണ്. അഖിലിന്റെ അച്ഛനാണ് മെയിൻ വില്ലൻ. വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞല്ലേ? ആ വീട്ടിൽ നിന്ന് താമസിക്കാൻ അഖില് പറഞ്ഞു ഹോസ്റ്റലിൽ ഉള്ളു. നിന്നെ വേണമെങ്കിൽ ഹോസ്റ്റലിൽ വിട്ടേക്കാം, ഞാൻ വരുന്നില്ല. എന്റെ അച്ഛനെയും അമ്മയും വിട്ട് ഞാൻ വരികയെന്ന്. അത് ന്യായം. ഒരു മകനെ അങ്ങനെ വിളിച്ച ചില മക്കള് അച്ഛനോടും അമ്മയോടും സ്നേഹമുള്ളവർ പോവുകയില്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നവും വന്ന് ഇവർക്ക് അവിടെ ജീവിക്കാൻ മേലാത്ത രീതിയിൽ വന്നപ്പോഴാണ് ഇവള് വേറെ താമസിക്കാന്ന് പറഞ്ഞത്. അഖിലും നിരസിച്ചു. അതാണ് വിഷയം. അപ്പം നിലവില് അച്ഛന്റെ വീട്ടിലാണുള്ളത്, സ്വന്തം അച്ഛന്റെ വീട്ടിലാണുള്ളത്. അതെ. ഇപ്പൊ തെറ്റ് ആരുടെ ഭാഗത്താണെന്ന് നമുക്കറിയില്ല. ഇപ്പൊ എല്ലാവരും പറയുന്നത് അത് ഒളിച്ചോടി പോയി എന്നൊരു തെറ്റാണ് അതിന്റെ പേരിലുള്ളത്. പക്ഷെ എന്ത് കൊണ്ടാണ് അത് മറ്റൊരാളിന്റെ കൂടെ ഇറങ്ങിപ്പോയത് എന്ന് ആർക്കും അറിയില്ല. അറിയാം, പയ്യനും അറിയാം, പെൺകുട്ടിക്കും അറിയാം, പയ്യന്റെ വീട്ടുകാർക്കും അറിയായിരിക്കും, പെൺകുട്ടിയുടെ വീട്ടുകാർക്കും അറിയായിരിക്കും. ഇത് ഇപ്പോ ഈ കുട്ടി ചെയ്തതെന്ന് പറയാം ഈ കുട്ടി ചെയ്ത തെറ്റെന്ന് പറയുന്നത് ഒളിച്ചോടി പോയതാണ്. എന്തായാലും എല്ലാവരും കൂടെ കൂടി നടത്തിയ കല്യാണം അല്ലായിരുന്നോ? ഇപ്പം അഖിലിനോട് ഒത്തുപോകാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മുതിർന്ന ആൾക്കാരോട് സംസാരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതിനകത്ത് പറയുന്നത് 1 വർഷം കൊണ്ടല്ലേ ആയുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം കുറച്ച് നാളുകൊണ്ടേ പറയുന്നു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഹാപ്പി അല്ല എന്ന് പറയുന്ന കാര്യം കേൾക്കുന്നില്ല. ഒരു ഇതില്ലാതെ വന്നപ്പം ഇറങ്ങി പോയിട്ടുണ്ടാവും. എന്താണെന്നുള്ളത് ആർക്കറിയാം അല്ലേ? എന്തായാലും ശരി തന്നെ, ഒളിച്ചോട്ടം വേണ്ടായിരുന്നു അല്ലേ? അവനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒഴിവാക്കാമായിരുന്നു. ഇപ്പൊ എന്താ സത്യം എന്ന് എങ്ങനെ അറിയാൻ പറ്റും? കുട്ടി ഒന്ന് പറയുമായിരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ പറയുമായിരിക്കും. എന്തുവായാലും 2 പേരുടെ ഉള്ള മ്യൂച്വൽ ഡൈവേഴ്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതല്ല, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത്രയും പേരും പ്രശസ്തിയുള്ള ഭർത്താവ്, പൈസയ്ക്കും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആ അഖിലിനെ കളഞ്ഞിട്ട് ഒരു ബസ് ഡ്രൈവറോ അല്ലെങ്കിൽ കണ്ടക്ടറോ ആയ ഒരാളിന്റെ കൂടെ ഇറങ്ങി പോവോ? അത്ര മണ്ടിയാണോ ആ കുട്ടി? പിന്നെ ഇറങ്ങി പോയിട്ട് അവിടെ അയാളോട് ഒത്തുപോകാൻ അല്ലെങ്കിൽ അവിടെ സൗകര്യങ്ങളൊക്കെ കുറവായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് വന്നത്. അതോ ഇനി മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇതിന്റെ പിന്നിൽ? എന്തായാലും പതുക്കെ കൊണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം അറിയാം. പതുക്കെ കൊണ്ട് ഈ കുട്ടി തന്നെ വന്ന് പറയും. പക്ഷേ ഈ കുട്ടി ആദ്യം ഒന്ന് കമന്റ് സെഷൻ ഓൺ ആക്കിയിട്ടല്ലായിരുന്നു പോസ്റ്റ് ഇട്ടിരുന്നത്. അച്ഛന്റെ വീട്ടിൽ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് സെഷൻ ഓൺ ആക്കിയപ്പോൾ ഞാൻ എന്റെ കമന്റ്സ് ഒക്കെ ഒന്ന് നോക്കി. ഇതൊരു കമന്റ്സ്, ഒരൊറ്റ പോസിറ്റീവ് കമന്റ് പോലും ഇല്ല. എല്ലാ കുട്ടിക്കും നെഗറ്റീവായിട്ടുള്ള കമന്റുകളാണ്. പക്ഷെ സത്യം അറിയില്ലല്ലോ. സത്യം അറിയാതെയാണ് നമ്മളെല്ലാവരും ഇപ്പൊ ആ കുട്ടിയെ കുറ്റം പറയുന്നത്. നാളെ ഒരു സമയത്ത് സത്യം അറിയുമ്പോൾ ഈ കുട്ടിയെ കുറ്റം പറഞ്ഞ ആൾക്കാർ തന്നെ തിരിച്ചു പറയുമോ എന്തോ അറിയില്ല. സത്യം എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. എന്തായാലും മേഘ കുറച്ച് കഴിയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരോടും സത്യം പറയും എന്ന് നമുക്ക് വിശ്വസിക്കാം.